അപ്പോൾ ഇങ്ങനെ 52-ൽ ഗുരുജി പറഞ്ഞ കാര്യം 2024 എത്ര വർഷത്തിന് ശേഷം മോഹൻജി ഭാഗവത് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കെട്ടി. അന്ന് ഗുരുജി പറഞ്ഞപ്പോൾ ഈ കൂട്ടിക്കെട്ടൽ പ്രസ്ഥാനക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ വാർത്ത കിട്ടിയില്ലെങ്കിൽ അവർ വാർത്ത ഉണ്ടാക്കും. അപ്പോൾ ഓരോ സ്വയം സേവകനും ചെയ്യേണ്ടത് എന്താ? അച്ചീവ് ചെയ്യുക. ബട്ട് രാഷ്ട്രത്തിൻ്റെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ അച്ചീവ്മെൻറ്റ് വേണ്ടാന്ന് വയ്ക്കുക. രാഷ്ട്രത്തിന് വേണ്ടി നീക്കുക, ധർമ്മത്തിന് വേണ്ടി നീക്കുക. ഞാൻ പറയുന്നു, ഇത് രാഹുൽ ഗാന്ധിയെ പറ്റിയാണ്. 44 സീറ്റ് കിട്ടി, തികഞ്ഞില്ല. 54 സീറ്റ് കൊടുത്തു ദൈവം, തികഞ്ഞില്ല. 99 സീറ്റ് കൊടുത്തു, പോരാ. ഇനി 199 കൊടുക്കും, അപ്പം തികയുമോ? ഇല്ല. അപ്പോൾ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ പറ്റി ഒരു പേഴ്സണൽ കമൻ്റ് അടിക്കുന്ന തരം ഒരു ചീപ്പ് ആളാണ് മോഹൻജി ഭാഗവത് എന്ന് ഞാൻ കരുതുന്നില്ല. വാർത്തയില്ല, ശരി, വാർത്ത ഉണ്ടാക്കാം. അപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രസംഗം. അതൊരു 1.5 മിനിറ്റ് കറക്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് റെഡി. ടി ജി, RSS സർസംഘചാലക് മോഹൻജി ഭാഗവതിൻ്റെ ഒരു പരാമർശം ഇപ്പോൾ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ്. അദ്ദേഹം നരേന്ദ്രമോദിക്കെതിരെയാണ് ഈ പരാമർശം നടത്തിയത് എന്നൊക്കെയാണ് പറയുന്നത്. പൊതുവെ സർസംഘചാലകന്മാരുടെ ഒരു പരാമർശങ്ങൾ ഇങ്ങനെ ചർച്ചയാകാറുണ്ട്. പക്ഷേ BJPയുടെയും RSSൻ്റെയും ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു ലെവൽ അനുസരിച്ച് അങ്ങനെ ആയിരിക്കില്ല പൊതുവെ സംസാരിക്കാറ്. പിന്നെ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇങ്ങനെ ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്ത് പറയുന്നത്? ഇതിൽ എന്തെങ്കിലും ശരിയുണ്ടോ? മാധ്യമങ്ങൾക്ക് വാർത്ത വേണം. അപ്പോൾ അതിന് ഈ മനോരമയൊക്കെയില്ല, ന്യൂസ് മേക്കർ എന്ന് പറഞ്ഞ് അവാർഡ് കൊടുക്കുക. അപ്പം ന്യൂസ് ഉണ്ടാക്കുന്ന ആളിൻ്റെ പിന്നാലെ ഇവരെല്ലാം കൂടും. സ്വാഭാവികമാണ്, അവർക്ക് എന്തെങ്കിലും വാർത്ത വേണം. അപ്പോൾ വാർത്ത കിട്ടിയില്ലെങ്കിൽ അവർ വാർത്ത ഉണ്ടാക്കും. അങ്ങനൊരു സമ്പ്രദായമുണ്ട്. ഒരാളെന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അത് ഇന്ന ആളെ പറ്റിയാണ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ മോഹൻജി പറഞ്ഞ ഈ പ്രസംഗത്തിൻ്റെ ക്ലിപ്പ് പ്രചരിക്കുന്നത് കണ്ടതല്ലാതെ ആ ഫുൾ പ്രസംഗം എനിക്ക് യൂട്യൂബിൽ കണ്ടെത്താൻ സാധിച്ചില്ല. അതേത് കോണ്ടെക്സ്റ്റിലാണ്, എങ്ങനെയാണ്, എങ്ങനെ വേണമെങ്കിലും അത് വ്യാഖ്യാനിക്കാം. ഈ മോഹൻജി ഭാഗവത്തിന് ഒരു കാര്യം BJP അറിയിക്കാനുണ്ടെങ്കിൽ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ അറിയിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതൊരു ശരിയുമല്ല, അങ്ങനെ ചെയ്യുകയുമില്ല. നമുക്കൊക്കെ പറയാം, എന്ത് പബ്ലിക് പ്ലാറ്റ്ഫോമോ പ്രൈവറ്റ് പ്ലാറ്റ്ഫോമോ എന്ത് പരദൂഷണമോ ഒക്കെ നമുക്ക് പറയാം. സ്വയം സേവകരായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ നമുക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം അതിലൊന്നും സംഘത്തിന് ഉത്തരവാദിത്വമില്ല. പക്ഷെ സർസംഘചാലകൻ അങ്ങനെയല്ല. മൊത്തം സംഘടനയുടെ, അദ്ദേഹത്തിൻ്റെ ശബ്ദം RSSൻ്റെ ശബ്ദമാണ്. ഇതാണ് അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ. അതുകൊണ്ട് അദ്ദേഹം വളരെ കരുതിയും സൂക്ഷിച്ചുമൊക്കെ സംസാരിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരു ബൗദ്ധിക്കായിരുന്നു അത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സംഘപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ വ്യക്തി നിർമ്മാണം, അതാണല്ലോ സംഘത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. നല്ലൊരു വ്യക്തി എന്ന് പറയുമ്പോൾ ചീത്ത ഗുണങ്ങളില്ലാത്ത ഒരു വ്യക്തി. അങ്ങനൊരു വ്യക്തിയുണ്ടോ? ഇല്ല. ചീത്ത ഗുണങ്ങളില്ലാത്ത ആരുമില്ല. നമ്മൾ നന്നാവാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ദിവസവും 1 മണിക്കൂർ ശാഖയിൽ നമ്മൾ പോകുന്നു, കളിക്കുന്നു, പ്രാർത്ഥന ചൊല്ലുന്നു, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ഈ പിച്ചളപാത്രം ദിവസവും നമ്മൾ ക്ലീൻ ചെയ്ത് വയ്ക്കണം, അല്ലെങ്കിൽ ക്ലാവ് പിടിക്കും. അതുകൊണ്ടാണ് നിത്യശാഖ. എന്നും വൈകുന്നേരമോ രാവിലെ 1 മണിക്കൂർ, അതെപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം, ബട്ട് 1 മണിക്കൂർ. എന്നാലും മനുഷ്യൻ്റെ മനസ്സ്, സ്വഭാവം ഇതൊക്കെ മാറ്റിയെടുക്കാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇത് നിരന്തരം ചെയ്യുന്നത്. അതിലൊന്നാണ് മനുഷ്യന് വലുതാവണം എന്നുള്ള മോഹം. ഒരു ലിമിറ്റ് വരെ അത് നല്ലതുമാണ്. സൽകീർത്തി ആഗ്രഹിക്കാത്ത പുരുഷനില്ല എന്നാണ് സുഭാഷിതത്തിൽ പറയുന്നത്. അപ്പോൾ പിന്നെ എല്ലാവരും സൽകീർത്തി ആഗ്രഹിക്കുന്നു. ആർക്കാണ് നല്ല പേര് കിട്ടണമെന്ന് ആഗ്രഹമില്ലാത്തത്? ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ബട്ട് ഇത് കഴിയുമ്പോൾ ഇയാൾക്ക് ഈ ഭൂവിഭാഗം എൻ്റെ കീഴിലാകണമെന്ന് തോന്നും,
ഈ രാജ്യത്തിൻ്റെ അധിപനാകണമെന്ന് തോന്നും, ചക്രവർത്തിയാകണമെന്ന് തോന്നും, പിന്നെ ഭൂമി മുഴുവൻ തൻ്റെ കീഴിലാണ്. ഇങ്ങനെ തീരാത്ത മോഹമായിട്ട് ഇത് പോകുന്നു. അതാണ് മോഹൻജി ഭാഗവത് പറഞ്ഞത്. ഈ എംപറർ ആവണമെന്ന് തോന്നും, അങ്ങനെ പല മോഹങ്ങൾ, ഓരോ സ്റ്റെപ്പായിട്ട്. ദാറ്റ് ഈസ് നെവർ എൻഡിങ്. അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറയുന്നു, കഭി ഖതം നെയ് ഹോത്താ. അപ്പോൾ ഇത് പണ്ട് മലയാളത്തിലൊരു ശ്ലോകമുണ്ട്, അവനീശത വേണം ആഢ്യനുർവീ ധവനാശിപ്പത് ചക്രവർത്തിയാവാൻ, അവനോ ഭുവനാധിപത്യ ലുബ്ധൻ, ശിവനെ മർത്യന് തൃഷ്ണതീരലുണ്ടോ. അപ്പോൾ കുറച്ച് സ്ഥലത്തിൻ്റെ അധിപനാണെന്ന് തോന്നുക, പിന്നെ ചക്രവർത്തിയാവണമെന്ന് തോന്നുക, പിന്നെ ഭുവനം മുഴുവൻ തൻ്റെ കാൽ കീഴിലാവണമെന്ന് തോന്നുക. മനുഷ്യൻ്റെ തൃഷ്ണയ്ക്ക് അന്ത്യമില്ല. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഏകദേശം ഈ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യമാണ് മോഹൻജി ഭാഗവത് പറഞ്ഞത്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് പരിധിയില്ല. അപ്പോൾ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക അതൊരു വല്ലാത്ത പ്രയാസമുള്ള കാര്യമാണ്. ആഗ്രഹിക്കാൻ വളരെ എളുപ്പമാണ്, ആഗ്രഹത്തിൻ്റെ നിയന്ത്രണം വളരെ ബുദ്ധിമുട്ടുമാണ്. പണ്ട് തമിഴ്നാടും കേരളവും ചേർന്ന് ഒരു പ്രാന്തമായിരുന്നു RSS. ആ പ്രാന്തത്തിൻ്റെ കാര്യവാഹകമായിട്ട് അണ്ണാജി, കുടുമിയൊക്കെയുള്ള പഴയ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ ദക്ഷിണാമൂർത്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, പക്ഷേ അണ്ണാജി എന്നാണ് വിളിച്ചത്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഈ അണ്ണാജിയും മറ്റ് കുട്ടികളുമൊക്കെയുള്ള ബൈഠക്കിൽ അണ്ണാജി ചോദിച്ചു, ഒരു പഴുത്ത മാങ്ങ നിങ്ങളുടെ മേശപ്പുറത്തിരിക്കുന്നു, അത് തിന്നാനാണോ ശക്തി, ധൈര്യം ഇതൊക്കെ വേണ്ടത്, അതോ തിന്നാതിരിക്കാനാണോ? അപ്പം ഞങ്ങൾ 7ലും 8ലും ഒക്കെ പഠിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ പലരുടെയും മനസ്സിൽ ശക്തി, ധൈര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം സ്വന്തമാക്കിയിട്ട് കടിച്ച് തിന്നുക, അതാണല്ലോ ധൈര്യം, വീര്യം. ഈ ഉത്തരമാണ് എല്ലാവരും കൊടുത്തത്. അണ്ണാജി ആണ് അന്ന് ഞങ്ങളെ കറക്റ്റ് ചെയ്യുന്നത്, അത് കഴിക്കാതിരിക്കാനാണ് ധൈര്യം, ശക്തിയും വേണ്ടത്. കഴിക്കാൻ ആർക്കും സാധിക്കും, ഏത് കുരങ്ങിനും സാധിക്കും. പഴമിരിക്കുന്നു, എടുത്തു കഴിച്ചു. പ്രകൃതിയുടെ ഒരു പെരുമാറ്റമാണ്. സംസ്കൃതി എന്താ? എന്തിന് ആ പഴം അവിടെ വെച്ചിരിക്കുന്നു? മറ്റാരുടെയെങ്കിലും ആയിരിക്കുമോ അത്? എന്താ സംഭവം? അതൊക്കെ നോക്കിയിട്ട് അതിനോട് മോഹമൊക്കെ ഉണ്ട്. പക്ഷേ ഈ മോഹം അടക്കി വെച്ച് വിവേകത്തിൽ ചിന്തിച്ച് അത് അവസാനം കഴിക്കേണ്ടതാണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ കഴിക്കുന്നതിന് കുഴപ്പമില്ല. അതിനു മുമ്പേ ഇത് കണ്ടു ചാടിക്കയറി തിന്നു എന്ന് പറയുന്നത് ധൈര്യവുമല്ല, ശക്തിയുമല്ല, അത് ദൗർബല്യത്തിൻ്റെ ലക്ഷണമാണ്. ആദ്യ പാഠം ഒക്കെ ആയിട്ട് ഈ അണ്ണാജിയൊക്കെ എന്നെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ അധികാരം അല്ലെങ്കിൽ സ്ഥാനം ഇതിനുമൊക്കെ ഇതേപോലെ ഇതെല്ലാം പഴുത്ത പഴങ്ങളാണ്, നമ്മളെ അല്ലാതെ മോഹിപ്പിക്കും. എങ്ങനെയും അത് കൈക്കലാക്കണമെന്ന് തോന്നും. കൈക്കലാക്കുന്നതല്ല, വേണ്ടെന്ന് വയ്ക്കുന്നതാണ് ധൈര്യം. ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്നും വേണ്ടെന്ന് വയ്ക്കുന്നവനെയാണ് മഹാനായിട്ട് കരുതുന്നത്. ഒന്നും വേണ്ട, കാട്ടിൽ പോയിട്ട് ഉടുത്ത തുണി മാത്രമുണ്ട്, അദ്ദേഹം 24 കൊല്ലം വായു ഭക്ഷണമായിട്ട് തപസ് ചെയ്തു എന്ന് പറഞ്ഞാൽ മഹാദിവ്യൻ, നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്യും. ഒന്നും വേണ്ടാത്തവൻ. ഈ മാർക്സിന് പറ്റിയ അബദ്ധം എന്ന് പണ്ട് പ്രൊഫസർ വിഷ്ണുനാരായണൻ നമ്പൂതിരി ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്നു. ലോകത്ത് 2 പേരാണ്, ഉള്ളവനും ഇല്ലാത്തവൻ എന്ന് മാർക്സ് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ തത്വചിന്തയെല്ലാം കെട്ടിപ്പൊക്കി. ഭാരതത്തിൽ ഇത് ക്ലിക്കായ എന്താണെന്ന് ചോദിച്ചാൽ വിഷ്ണുനാരായണൻ നമ്പൂതിരി പറഞ്ഞു, ഭാരതത്തിൽ ഉണ്ടായിട്ടും വേണ്ടാത്തവൻ എന്നൊരു കാറ്റഗറി ഉണ്ട്. ഇവനെ ഏതിൽ പെടുത്തും? മാർക്സിൻ്റെ ഒരു തിയറിയിലും ഇവൻ പെടുന്നില്ല. അവനെല്ലാം ഉണ്ട്, പക്ഷെ ഒന്നും വേണ്ട. ഈ തത്വം വിശദീകരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഈ കാര്യം പറയുന്നത്, അധികാരസ്ഥാനങ്ങൾ, മോഹങ്ങൾ. ഈ പറഞ്ഞ കാര്യം തന്നെ രാഹുൽ ഗാന്ധിയുടെ ക്യാരക്ടറുമായിട്ട് ഒത്തിരിക്കും. നോക്കിയോ, ഇപ്പോൾ മോദിയാണെന്ന് അവർ പറയുന്നു. ഞാൻ പറയുന്നു ഇത് രാഹുൽ ഗാന്ധിയെ പറ്റിയാണ്. 44 സീറ്റ് കിട്ടി, തികഞ്ഞില്ല. 54 സീറ്റ് കൊടുത്തു ദൈവം, തികഞ്ഞില്ല. 99 സീറ്റ് കൊടുത്തു, പോരാ. ഇനി 199 കൊടുക്കും, അപ്പം തികയുമോ?
ഇല്ല. ഇതെവിടെ പോയി നിൽക്കും? അപ്പോൾ രാഹുൽ ഗാന്ധിയെ കുത്തിക്കൊണ്ടാണ് മോഹൻജി ഭാഗവത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? മോദിയെപ്പറ്റി പറഞ്ഞതാണ് എന്ന് പറഞ്ഞാലും ഇതുപോലെ നിഷേധിക്കാൻ പറ്റില്ല. നമ്മളെ എല്ലാവരെയും പറ്റിയാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. വാസ്തവത്തിൽ മനുഷ്യ സ്വഭാവത്തെ പറ്റിയുള്ള ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണ് അത്. മോദിക്ക് ഇയാൾക്ക് ഇച്ചിരി സ്ഥാനമോഹം കൂടുതലാണല്ലോ എന്ന് മോദിയോട് പറയണമെങ്കിൽ അത് വ്യക്തിപരമായിട്ട് പറയാൻ മോഹൻജി ഭാഗവത്തിന് ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. അതല്ലെങ്കിൽ കൂടെയുള്ള ആളിനോട് പറഞ്ഞാൽ മതി, ഒന്ന് പറഞ്ഞേക്ക് അത്ര ശരിയല്ല എന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ പറ്റി ഒരു പേഴ്സണൽ കമൻ്റ് അടിക്കുന്ന തരം ഒരു ചീപ്പ് ആളാണ് മോഹൻജി ഭാഗവത് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവാം. അത് ചീപ്പെന്ന് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അതായതുകൊണ്ടാണ്. എനിക്കോ വായുജത്തിനോ അത് പറയാം. മോദി അത്ര ശരിയൊന്നുമല്ല കേട്ടോ, അമിത്ഷാ പിന്നെയും കൊള്ളാം. കാരണം വി ആർ എൻറ്റൈറ്റിൽഡ് ടു സേ ദാറ്റ് വി ആർ ഓർഡിനറി മോർസൽസ്. സാധാരണ മനുഷ്യരാണ്, സ്വയം സേവകരാണ്. പക്ഷേ എന്ന് വെച്ച് നമുക്ക് കൊമ്പൊന്നുമില്ലല്ലോ. മോദി അത്ര സുഖമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതാണ്. മോദി ഇത് കേൾക്കുന്നില്ല, ആരും ഇത് അറിയുന്നില്ല. നമ്മൾ തന്നെ ഒരു പരദൂഷണം പോലെ പറഞ്ഞ് അതങ്ങ് തീരും. സോ വി ആർ എൻറ്റൈറ്റിൽഡ് ടു സേ വാട്ട് എവർ വി വാണ്ട്. ഈ സ്വാതന്ത്ര്യം മോഹൻജി ഭാഗവത്തിന് ഇല്ലെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് മോഹൻജി ഭാഗവത് എല്ലാവരെ പറ്റിയും പറഞ്ഞതാണ്. അതിനകത്ത് മോദിയും പെടുമോ എന്ന് ചോദിച്ചാൽ പെടുമല്ലോ, മനുഷ്യനാണല്ലോ മോദി. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ഡിഫക്റ്റാണ്, ഇത് ഉണ്ടാവാതെ നോക്കണം. ഒരു പരിധിവരെ ഇത് ശരിയുമാണ്. അവനവൻ്റെ ചില നേട്ടങ്ങളുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നേട്ടങ്ങളുടെ പിന്നാലെ തന്നെ അറ്റ് എനി കോസ്റ്റ് പായുന്ന സ്വഭാവം അത് നമ്മളെ കുഴപ്പത്തിലേക്ക് ചാടിക്കുള്ളൂ. അങ്ങനെ ചെയ്ത് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ പുരാണങ്ങളിൽ ഇതിഹാസങ്ങളിലൊക്കെ ഉണ്ട്. ഈ സർവവും മറന്ന സ്ഥാനത്തിന് വേണ്ടിയിട്ട് പോകുന്നു. ഇത് ത്യജിച്ചവരാണ്. നോക്കൂ, രാമൻ രാജ്യം ത്യജിച്ച് മഹാനായവനാണ്. കൃഷ്ണൻ ദ്വാരകയിൽ സുഖമായിട്ട് കഴിയാം, രാജാവായിരുന്നു, ഒരു ശല്യവും ഉണ്ടായിരുന്നില്ല. ഈ മഹാഭാരതത്തിൽ വന്ന് തലവെച്ച് അത് യുദ്ധം, അതിൻ്റെ സാരഥി, എന്തെല്ലാം ഇടപെടെ എടുത്ത് തലയിൽ വെച്ചു. ദ്വാരക ഉപേക്ഷിച്ച് മഹാനായി, സർവ്വവും ഉപേക്ഷിച്ചു. രാമൻ വെള്ളത്തിലിറങ്ങി അപ്രത്യക്ഷനായി. കൃഷ്ണൻ ആരുടെയോ അമ്പേറ്റ് അനാഥനായിട്ട് കിടന്ന് മരിച്ചു. ബട്ട് സ്റ്റിൽ രണ്ടുപേരും മഹാന്മാരായി. എന്തുകൊണ്ട്? ഉപേക്ഷിച്ചതുകൊണ്ടാണ്, സ്വീകരിച്ചതുകൊണ്ടല്ല, വെട്ടിപ്പിടിച്ചതുകൊണ്ടല്ല. വെട്ടിപ്പിടിച്ചത് അർജുനനും മറ്റുള്ളവർക്കും വേണ്ടിയിട്ടാണ്. കൃഷ്ണൻ അവിടെ ഒരു 5 സെൻറ്റ് ഭൂമി ചോദിച്ചിട്ടില്ല, അദ്ദേഹത്തിന് അത് വേണ്ട. ദ്വാരക വിട്ട് വരികയും ചെയ്തു. ഫുൾ ടൈം ഇതിൽ എൻഗേജായി. ഇടയ്ക്ക് ദ്വാരകയിൽ പോയിട്ടൊന്ന് സുഖിച്ചിട്ട് തിരിച്ചു വരും, അതുമില്ല. ഫുൾ ടൈം ഇതിൽ വന്നു, ഇടപെട്ടു. ഈ ദ്രൗപദിക്ക് വസ്ത്രം അയച്ചു കൊടുത്ത ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഉണ്ടല്ലോ, അത് മുതൽ ഇതിനകത്ത് അങ്ങ് മുങ്ങി, ദ്വാരക വിട്ടു. ദ്വാരക അവസാനം അവർ യാദവ വംശം തമ്മിലടിച്ച് നശിച്ചു, എല്ലാം പോയി. അപ്പോൾ എല്ലാം കളഞ്ഞവൻ, എല്ലാം വേണ്ടെന്ന് വെച്ചവൻ, എന്നിട്ട് ധർമ്മത്തിന് വേണ്ടി നിന്നവൻ, അവനാണ് മഹാനാകുന്നത്. അപ്പോൾ ഓരോ സ്വയം സേവകനും ചെയ്യേണ്ടത് എന്താ? അച്ചീവ് ചെയ്യുക. ബട്ട് രാഷ്ട്രത്തിൻ്റെ ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ആ അച്ചീവ്മെൻറ്റ് വേണ്ടാന്ന് വയ്ക്കുക, രാഷ്ട്രത്തിന് വേണ്ടി നിൽക്കുക, ധർമ്മത്തിന് വേണ്ടി നിൽക്കുക. ഇങ്ങനൊരു മെസ്സേജ് കൊടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു കഷ്ണം വെട്ടിയെടുത്തിട്ട് ആഘോഷം. മോഹൻജി ഭാഗവത് മോദിയെ വിമർശിച്ചു. മോഹൻജി ഭാഗവത് രാഹുൽ ഗാന്ധിയാണ് വിമർശിച്ചതെന്നും പറയാം, ഒരു തെറ്റുമില്ല, അതിൻ്റെ കണക്കും ഞാൻ പറഞ്ഞല്ലോ. സോ ഇത് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കും. ഇപ്പം ഒരു വാർത്ത, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, വാർത്തയുണ്ടാക്കുക, വാർത്തയില്ലാത്തടത്ത് വാർത്തയുണ്ടാക്കുക. പൊതുവേ ഈ ബൗദ്ധികൾ നേരത്തെയും സംസാരിക്കുന്നതാണല്ലോ. ഈ ഒരു ത്യാഗത്തിൻ്റെയും ഈ ഒരു സന്ദേശമാണല്ലോ RSS നേരത്തെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല എപ്പോഴും പറഞ്ഞു. അയ്യോ, അതിപ്പോഴല്ല. 1952 ലോക്സഭാ തിരഞ്ഞെടുപ്പ്, അന്ന് ജനസംഘം 51 ഉണ്ടായതേ ഉള്ളൂ. ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ്. ആ ജനസംഘക്കാരെല്ലാം ഭയങ്കര ആവേശത്തിൽ. ഗുരുജി പറഞ്ഞു ഒരു കാര്യം, സംഘത്തിൻ്റെ ഉത്തരവാദിത്വമുള്ളവർ ആ ഉത്തരവാദിത്വം ഒഴിയണം, എന്നിട്ട് ജനസംഘത്തിൽ സ്ഥാനാർത്ഥിയാവുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. സംഘത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ ഇരുന്നുകൊണ്ട് ജനസംഘം കളിക്കാൻ പറ്റില്ല. എല്ലാവരും സംഘചാലകന്മാർ രാജിവെച്ചു.
കാര്യവാഹന്മാർ രാജിവെച്ചു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ. ഒടുവിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 3 സീറ്റ്, 3 സീറ്റാണ്. ഒന്ന് ശ്യാമപ്രസാദ് മുഖർജി ബംഗാളിൽ, പിന്നെ മുഖർജിയുടെ തണലിൽ മുഖർജിയുടെ പ്രഭാവം കൊണ്ട് ജയിച്ച വേറൊരാൾ, അയാളും ബംഗാളിൽ, മൂന്നാമതൊരാൾ രാജസ്ഥാനിൽ. ഡൽഹി ഇല്ല, ഹിമാചൽ പ്രദേശ് സംസ്ഥാനം തന്നെ ഒന്നില്ല എന്ന് തോന്നുന്നു. ആ ഭാഗം കംപ്ലീറ്റ് ക്ലീൻ. പഞ്ചാബാണ് പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചത് ജനസംഘം. കാരണം ഈ പാർട്ടീഷൻ്റെ സമയത്ത് ഹിന്ദുക്കളെയും സിഖുകാരെയും എല്ലാം സംരക്ഷിച്ചത് ഞങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. ഞങ്ങൾ നിസ്സാരക്കാരല്ല, വോട്ട് ചെയ്തില്ല. അവരെല്ലാം കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു. പഞ്ചാബിൽ സംഘം പിരിച്ചുവിടാൻ തീരുമാനിച്ചു. അവർ പഞ്ചാബിലെ സ്വയം സേവകർ ഡിസ്പേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് എനിക്ക് തോന്നുന്നു സർക്കാർ വാക്ക് ഭയ്യാജി ദാണി, പഞ്ചാബിൻ്റെ ചാർജ് അന്ന് ഏകനാഥ് ജി റാനഡേക്കാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മയില്ല. ഭയ്യാജി ദാണിയാണ് സർക്കാർ വാക്ക്. ഭയ്യാജി ദാണി കത്തയച്ചു, ഇങ്ങനെ പഞ്ചാബിലെ സ്വയം സേവകരും അല്ലാതെ അജിറ്റേറ്ററാണ്, അവർ സംഘം പിരിച്ചുവിടുമെന്ന് പറയുന്നു. അപ്പോൾ ഗുരുജി മഹാരാഷ്ട്രയിൽ സിംഹഗഡിൽ പോയാണ് താമസിച്ചത്. അവിടെ എത്തിപ്പെടാൻ വലിയ പ്രയാസമാണ്. നടന്ന് 7-8 കിലോമീറ്റർ നടന്നൊക്കെ വേണം ഗുരുജി താമസിക്കുന്ന സ്ഥലത്ത് എത്തണമെങ്കിൽ. അവിടെ പോയി താമസിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പും വയ്യാവേലിയും കൊണ്ട് എൻ്റെ നിരക്ക് ആരും വരരുത്, ഞാൻ അവിടെ പോയി താമസിക്കും, ഈ കോലാഹലമൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നുള്ളൂ. ഇതാണ് ഗുരുജിയുടെ ഐഡിയ. അപ്പോൾ ഗുരുജി പറഞ്ഞു, ശരി, അവർ പിരിച്ചുവിട്ടാണ്. പിരിച്ചുമ്പോൾ ഞാൻ വരാം, അവിടെ നമുക്ക് നോക്കാമല്ലോ. അവിടെ പോയി ബൈഠക്കൊക്കെ വിളിച്ചു. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു, നന്ദിയില്ലാത്തവരാണ് ഹിന്ദു സമാജം, സിഖ് സമാജവും. ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ എന്തെല്ലാം അവർക്ക് വേണ്ടി ചെയ്തു, അവർ ഞങ്ങൾക്ക് വോട്ട് തന്നില്ല. അവർ കോൺഗ്രസ്സിന് തന്നെ വോട്ട് ചെയ്തു. കോൺഗ്രസ്സുകാർ പേടിച്ച് മാളത്തിൽ ഒളിച്ചതായി പാർട്ടീഷൻ്റെ സമയത്ത്. ഫീൽഡിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്നിട്ട് വോട്ട് ചെയ്തില്ല. ഇപ്പോൾ ആൾക്കാർ കണക്ക് പറയുന്നില്ല, ഇത്രയും സേവാപ്രവർത്തനം എല്ലാം ചെയ്തിട്ടും എനിക്ക് വോട്ട് കിട്ടിയില്ല എന്നൊക്കെ. ഇതേ സാധനം 1952 ഗുരുജി പറഞ്ഞു, നിങ്ങൾ സേവാപ്രവർത്തനം ചെയ്യുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സമാജത്തോടും രാഷ്ട്രത്തോടും സ്നേഹമുള്ളതുകൊണ്ട് ചെയ്യുകയാണെന്നാണ് ഞാൻ ധരിച്ചത്. നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാനായിട്ട് നിങ്ങളുടെ ഉള്ളിൽ അതായിരുന്നു അല്ലേ? ഞാൻ മണ്ടനായി, പക്ഷെ ജനങ്ങൾ മണ്ടന്മാരല്ല. അവരിത് മനസ്സിലാക്കി. ഇവൻ നമ്മളെ രക്ഷിക്കുകയും സംരക്ഷിക്കുകയും ഭക്ഷണം തരികയൊക്കെ ചെയ്യുന്നത് എന്തിനാ? വോട്ടിന്. സംരക്ഷണം മതി, വോട്ട് ഞങ്ങൾ കോൺഗ്രസ്സിന് കൊടുക്കും എന്നവരും തീരുമാനിച്ചു. നിങ്ങൾ പിടിക്കപ്പെട്ടു അല്ലേ? അപ്പോൾ എല്ലാവരും സൈലൻ്റായി. കൂടെ ഭയ്യാജി ദാണിയുടെ ഒരു പൊട്ടിച്ചിരിയും. ഇതും കൂടെ ആയപ്പോൾ കംപ്ലീറ്റ് അന്തരീക്ഷം മാറി. അപ്പോൾ ഒരാൾ പതുക്കെ എണീറ്റ് പറഞ്ഞു, ഗുരുജി, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്. വാസ്തവത്തിൽ ഞങ്ങൾ ചെയ്തതിന് കണക്ക് പറയരുതായിരുന്നു, പ്രതിഫലം പ്രതീക്ഷിക്കരുതായിരുന്നു, നിസ്വാർത്ഥമായിട്ട് ചെയ്യണമായിരുന്നു. ഗുരുജി പറഞ്ഞത് സത്യമാണ്, ഞങ്ങളുടെ ഉള്ളിൽ സ്വാർത്ഥതയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ നിമിഷം ഞങ്ങളത് ഉപേക്ഷിക്കുന്നു, ഞങ്ങൾ സംഘം പിരിച്ചുവിടുന്നില്ല. ഗുരുജി പറഞ്ഞു, പിരിച്ചു വിട്ടോളൂ, ഭയ്യാജി ദാണിയുണ്ട്, ഞാനുണ്ട്. നാളെ മുതൽ ഞാൻ ഓരോ ശാഖയായിട്ട് പഞ്ചാബിലുണ്ടാക്കി കൊണ്ടുവരും. നിങ്ങൾ പിരിച്ചുവിട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഞങ്ങൾ പിരിഞ്ഞു പോകുന്നു. എല്ലാവരും പറഞ്ഞു, അങ്ങനെയൊന്നും പറ്റൊന്നുമില്ല, അതൊക്കെ ഞങ്ങൾ അന്നേരം പറഞ്ഞതല്ലേ നിങ്ങൾ. അപ്പോൾ ഗുരുജിയും പറഞ്ഞു, അപ്പോൾ നമ്മൾ തമ്മിൽ കാര്യമായിട്ട് സീരിയസ് ആയ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ല അല്ലേ? ഇല്ല, ഒന്നുമില്ല, എന്ത് അതൊക്കെ അങ്ങനെ പെട്ടെന്നൊരു ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാണ് ഗുരുജി എന്നൊക്കെ പറഞ്ഞത്. സംഭവം റെഡി. അത് കഴിഞ്ഞിട്ട് ഒറ്റ വിസിലടിക്കുന്നു, ചായ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ എല്ലാവരും സംഘസ്ഥാനിൽ വരിക, എല്ലാം ബാക്ക് ടു നോർമൽ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും മോഹൻജി ഭാഗവത് 2024 പറഞ്ഞിട്ടുണ്ട്? സ്വാർത്ഥചിന്ത പാടില്ല, ഞാനാണ് ചെയ്തതെന്ന് പാടില്ല എന്ന് ആദ്യത്തെ വിവാദമായ പ്രസംഗമുണ്ടല്ല, അതിലാണ് അദ്ദേഹം പറഞ്ഞത്, സേവാപ്രവർത്തനത്തിൽ ഞാൻ ചെയ്തു എന്ന് അഹങ്കാരം പാടില്ല. അതും മോദിയുടെ തലയിലേക്ക് കെട്ടിവെച്ചു. അതെ, വാസ്തവത്തിൽ മോഹൻജി ഭാഗവത് കോപ്പി ചെയ്യായിരുന്നു. 1952 ഗുരുജി പറഞ്ഞ കാര്യം 2024 മോഹൻജി കോപ്പി ചെയ്യായിരുന്നു. ഇത് കോപ്പി ചെയ്യുകയാണെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് മോഹൻജി. കൊച്ചിയിൽ വന്നു, കുറേ വർഷം മുമ്പാണ്. കൊച്ചിയിൽ സംഘത്തിൻ്റെ പരിപാടി,
അതിൽ മോഹൻജി പറഞ്ഞു, ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം നിങ്ങളൊരു 10,000 തവണ കേട്ട് കാണും. അത് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. മുഷിയും നിങ്ങൾക്ക്, പക്ഷേ അത് പറയണം. കാരണം അത് സംഘത്തിൻ്റെ അടിസ്ഥാനമാണ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് മോഹൻജി തന്നെ ഒരു ചോദ്യോത്തരം പോലെ ഇങ്ങനെ പറഞ്ഞു, ഈ വെറ്റില മുറുക്കുന്നവർക്കറിയാവുന്നത്, വെറ്റില ഇങ്ങനെ അടുക്കി കുറേ ദിവസം വെച്ച് കഴിഞ്ഞാൽ ഇത് പഴുക്കാൻ തുടങ്ങും. അപ്പോൾ ചെയ്യേണ്ടത് ഈ കെട്ടഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് വീണ്ടും നിങ്ങൾക്ക് കെട്ടിവയ്ക്കുക, ഒന്ന് കാറ്റ് കൊള്ളിച്ചിട്ട്. ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കും. ഒരു വശം മാത്രമാണെങ്കിൽ ആ വശം മാത്രം കരിഞ്ഞു പോകും. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതുപോലെ ഓരോ സ്വയം സേവകൻ്റെയും മനസ്സ് പാകപ്പെടണമെങ്കിൽ ഈ വെറ്റിലയിൽ പോലെ പഴുത്തു പോകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് വയ്ക്കുകയും ചപ്പാത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ദോശയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് 2, 3, 4 കാര്യങ്ങളാണ് RSS പറയുന്നത്. അത് 1925 മുതൽ ആവർത്തിച്ച് പറയുന്നു. ശാഖയിൽ പ്രത്യേകിച്ച് എന്താ, നമ്മൾ ഓരോ തവണയും ശാഖയിൽ പോകുമ്പോൾ എനിക്ക് പോലും തോന്നിയിട്ടുണ്ട്, എത്ര കാലമായി ഇത് കേൾക്കുന്നു. അപ്പോൾ പിന്നെയും മോഹൻജി പറഞ്ഞു, എത്ര കാലമായിട്ട് കേട്ടാൽ പോരാ, കേട്ടുകൊണ്ടേയിരിക്കണം, നിരന്തരം കേട്ടുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് ഈ ധ്യാനം, ജപം എന്നൊക്കെ പറയും, ആവർത്തനമല്ലേ അത്. രാമ 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 രാമ, ഇത് എത്ര തവണ, ഒരു 15 തവണ മതിയോ ചേട്ടാ? 15 പോരാ, പിന്നെ എത്ര തവണ വേണം? ആവുന്നത്ര അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ആവർത്തിക്കുന്നതുകൊണ്ട് ദോഷമല്ല, ഗുണമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ 52 ഗുരുജി പറഞ്ഞ കാര്യം 2024 എത്ര വർഷത്തിന് ശേഷം മോഹൻജി ഭാഗവത് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കെട്ടി. അന്ന് ഗുരുജി പറഞ്ഞപ്പോൾ ഈ കൂട്ടിക്കെട്ടൽ പ്രസ്ഥാനക്കാരുണ്ടായിരുന്നില്ല, പത്രക്കാരുണ്ടായിരുന്നില്ല, സംഘത്തിൻ്റെ ഇൻറ്റേർണൽ ബയോടെക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്ന് ഈ സാഹചര്യം മാറി. ഇപ്പോൾ അങ്ങനെയല്ല, ന്യൂസ് അന്വേഷിച്ച് ഓടുകയാണ് എന്തെങ്കിലും ഒരു ഫ്ലാഷ് കിട്ടുമോ എന്നറിയാനായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരവരുടെ ജോലി, വാർത്തയില്ല, ശരി വാർത്ത ഉണ്ടാക്കാം. അപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രസംഗം, അതൊരു 1.5 മിനിറ്റ് കറക്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്തേ റെഡി. ഇതല്ലാതെ ഇതിൽ കവിഞ്ഞൊരു ഡയമെൻഷൻ അതിനില്ല. അതൊരു സാധാരണ ബൗദ്ധിക്ക് മാത്രമായിരുന്നു. അതിപ്പോൾ ഇങ്ങനെ ഈ വ്യാഖ്യാനം കൊടുത്താൽ എന്തിനേയും അങ്ങനെ വ്യാഖ്യാനിക്കാം. അപ്പോൾ മോഹൻജി ഭാഗവത് പറഞ്ഞത് മോദിയെ പറ്റിയാണോ എന്ന് ചോദിച്ചാൽ ആണ്, രാഹുൽ ഗാന്ധിയെ പറ്റിയാണോ എന്ന് ചോദിച്ചാൽ ആണ്, മോഹൻദാസിനെ പറ്റിയാണോ എന്ന് ചോദിച്ചാൽ അതും ആണ്. എല്ലാവരെ പറ്റിയാണ്, ഹ്യൂമൻ നേച്ചറിനെ പറ്റിയാണ്, വിച്ച് ഇൻക്ലൂഡ്സ് നരേന്ദ്രമോദി ഓൾസോ. അപ്പോൾ അങ്ങനെ ബന്ധിപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുമായിട്ട് നിങ്ങൾക്ക് ബന്ധിപ്പിക്കാം. സത്യസന്ധമായിട്ട് നമ്മൾ പറയണമല്ല, എല്ലാവരെയും മനുഷ്യൻ്റെ സ്വഭാവം ഇതാണ് എന്ന് പറയുമ്പോൾ ആ മനുഷ്യരിൽ നരേന്ദ്രമോദി പെടാതിരിക്കുക. അല്ലെങ്കിൽ മോഹൻജി ഭാഗവത് പറയണം, നരേന്ദ്രമോദി ഒഴിച്ച് ബാക്കി എല്ലാവരും പരമയോ തല്ലിപ്പൊളികളാണെന്നും മോദിക്ക് ഈ വക കുഴപ്പമൊന്നും ഇല്ലെന്നും പറയണം. അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ജനറൽ സ്റ്റേറ്റ്മെൻ്റാണ്, ഓക്കെ, യു നീഡ് ന്യൂസ്, യു ഹാവ് എ ന്യൂസ്, ദാറ്റ്സ് ഓൾ.